ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് എന്താണ് ഇങ്ങനത്തെ ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുന്നത് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഫസ്റ്റത്തെ വീഡിയോ ആണിത്. എനിക്ക് പണ്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ആ യൂട്യൂബ് ചാനൽ ഞാൻ നിർത്തി, പിന്നെ ഞാൻ വീണ്ടും തുടങ്ങി യൂട്യൂബ് ചാനൽ. ആ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് വ്ളോഗ്സ് വിത്ത് അവന്തിക. ആ യൂട്യൂബ് ചാനൽ ഗൈസ്. യൂട്യൂബ് ചാനൽ എനിക്ക് തുടങ്ങിയോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്, ഭയങ്കര എടുത്തതുകൊണ്ട് യൂട്യൂബിൽ തുടങ്ങിയോണ്ട്. എന്താണ് ഞാൻ ഈ വ്ളോഗായിട്ട് വന്നിരിക്കുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂൾ തുറന്നൊരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ നാളെ തിങ്കളാഴ്ചയില്ലേ, അപ്പോൾ രാത്രിത്തെ ഒരു ബാഗ് പാക്കിങ് വ്ളോഗാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് സ്കൂൾ തുറക്കണതിൻ്റെ ആ സമയത്തേ അല്ല, ഇത് പിന്നത്തെ ദിവസത്തെ ബാഗ് പാക്കിങ് വ്ളോഗാണ്. ഇതാണ് ഗൈസ് എൻ്റെ ബാഗ്, സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗ്. ഞാൻ ഇത് 5ാം ക്ലാസ്സിലാണ് ഗൈസ്. എന്താണ് സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗ്. ഇങ്ങനെയുണ്ട് ഗൈസ്. നിങ്ങൾ ഈ ബാഗ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ നിനക്ക് പിങ്ക് ആയിരിക്കും ഇഷ്ടം. ഗൈസ്, എനിക്ക് പിങ്ക് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കളറാണ്. ഞാൻ ഈ ബാഗ് വാങ്ങിക്കാൻ പോയ സമയത്ത് എനിക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് കണ്ണിൽ കണ്ട ബാഗ് എടുത്തങ്ങ് ഇട്ട് ഗൈസ്. അതുകൊണ്ടാണ് ബാഗ് പിങ്ക് കളറായത്. ഞാനൊരു ബ്ലാക്ക് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ പിങ്ക് ഞാൻ ടപ്പനങ്ങ് എടുത്തിട്ടു. പക്ഷേ ഇത് കാണുമ്പോൾ കൊച്ചാണെങ്കിൽ നല്ല സ്പേസ് ഉണ്ട് ഗൈസ്. അകത്ത് 2 അറ. ഇത് പിന്നെ ഞാൻ കിറ്റ് വാങ്ങിച്ചില്ല, കാരണം എനിക്ക് കിറ്റെല്ലാം കൂടെ കൊണ്ടുപോകാൻ വയ്യ. അതുകൊണ്ട് ഈ അറയിലാണ് ചോറ് വയ്ക്കുന്നത്. നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ 2 കൂടിയുണ്ട്. മൊത്തത്തിൽ 1 2 3 4 അറയുള്ളതാണ് ബാഗ്. അപ്പോൾ പിന്നെ ഞാൻ ഏറ്റവും ഫ്രണ്ടിലെ തറയിൽ ഞാൻ ഈ നമ്മളെ ഈ പൗച്ചിൻ്റെ കൂടെ കിട്ടിയൊരു സ്പോഞ്ച് ഉണ്ടല്ല, ഈ സ്പോഞ്ച് ചുമ്മാ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ത് കാര്യത്തിലാണെന്ന് എനിക്കറിയില്ല. ചുമ്മാ എടുത്തിങ്ങനെ വയ്ക്കുന്ന എല്ലാ സാധനങ്ങളും കൂട്ടിച്ചേർത്ത് എനിക്കിങ്ങനെ എല്ലാം എടുത്തിങ്ങനെ വയ്ക്കണ സ്വഭാവം എനിക്ക് ഭയങ്കര ഉണ്ട്. കാരണം പണ്ടത്തെ ഓരോരോ മുട്ടായി കവറുകളൊക്കെ ഒരു കാര്യം കാണിച്ചു തരാനാണ് വന്നത്. പക്ഷെ ആ കാര്യം ഞാൻ പിന്നത്തെ ഒരു വ്ളോഗിൽ കാണിച്ചു തരുന്നതായിരിക്കും. അത് കണ്ട് നിങ്ങൾ ഞെട്ട് ഗൈസ്. അപ്പം ഇത് ഞാൻ എടുത്തിട്ട് വേണം വയ്ക്കുന്നുണ്ട്. കാരണം ഇത് എനിക്ക് ക്ലാസ് ചെയ്യുമ്പോൾ ചുമ്മായിരിക്കുന്നത്. പിന്നെ ഞാൻ വയ്ക്കാൻ പറ്റില്ല. ഇനി ഫസ്റ്റായിട്ട് ഞാൻ വയ്ക്കാൻ പോകുന്നത് നോട്ട്ബുക്കാണ് ഗൈസ്. എനിക്ക് ഹോംവർക്കൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇതിനകത്താണ് എൻ്റെ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ ഫുള്ള്. ഭയങ്കര വെയിറ്റ് ഉണ്ട് ഗൈസ്, കാരണം നിറയെ നോട്ട്ബുക്കുണ്ട്. ഇത് BS ആണ്. ഇത് BS നോട്ട്. ഇത് BS നോട്ട്. എൻ്റെ റഫ് ബുക്കിൻ്റെ ഒക്കെ വില ഗൈസിലെ എല്ലാ ബുക്കിലും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ക്യാപ്പി ബാറേരെ എനിക്ക് ഭയങ്കര ക്യൂട്ട്നെസ് ഉണ്ടോയെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ചുമ്മാ ഒരു രസത്തിൽ ഒട്ടിച്ചതാണ്. ഇപ്പോൾ സ്റ്റിക്കറുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ്, എൻ്റെ ടൈം ടേബിള് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇതിൻ്റെ അകത്താണ് ഞാൻ എടുത്ത് വെച്ചത് ടൈം ടേബിൾ. അപ്പം ഞാൻ ടൈം ടേബിളൊക്കെ തപ്പിയിട്ട് കാണിക്കാം ഗൈസ്. ടൈം ടേബിൾ വയ്ക്കേണ്ട എല്ലാ ബുക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യണം. എനിക്ക് കോപ്പി ഉണ്ട് ഗൈസ്. മലയാളം കോപ്പി, ഇംഗ്ലീഷ് കോപ്പിയും സാൻസ്ക്രിറ്റ് കോപ്പിയും. അപ്പോൾ ഇത് 3 കോപ്പി എനിക്ക് നാളെ എഴുതിക്കൊണ്ടുവരണം. ഇംഗ്ലീഷ് കോപ്പി ഞാൻ ഓൾറെഡി എനിക്കിനി ഇംഗ്ലീഷ് കോപ്പി എഴുതാനുണ്ട് കുറച്ചും കൂടി. ഇംഗ്ലീഷ് കോപ്പി എനിക്ക് കുറച്ചും കൂടി എഴുതാനുണ്ട്. അപ്പം അത് ഫുള്ള് എഴുതണം. പിന്നെ എനിക്ക് മലയാളം കോപ്പി ഞാൻ ഓൾറെഡി എഴുതി വെച്ചതുകൊണ്ട് എനിക്ക് എഴുതേണ്ട ആവശ്യമില്ല. സാൻസ്ക്രിറ്റ് കോപ്പി മാത്രം എഴുതിയാൽ മതി. അപ്പം സാൻസ്ക്രിറ്റ് കോപ്പി എനിക്ക് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് കിട്ടിയില്ല. അതിനാൽ നമുക്ക് അപ്പോൾ ജസ്റ്റ് എഴുതിയിട്ട് വരാം. ബൈ. എല്ലാം കഴിഞ്ഞു. ഹോംവർക്കും എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഒന്ന് അടുക്കി വെച്ചാൽ മതി ഗൈസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട കാര്യം
എൻ്റെ സാൻസ്ക്രിറ്റ് ബുക്കും സാൻസ്ക്രിറ്റ് കോപ്പിയും മലയാളം കോപ്പിക്കകത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം പറക്കി ബാഗിൻ്റെ ഏറ്റവും ബാക്കിൽ തറയിലാണ് ഞാൻ ബുക്ക് വയ്ക്കുന്നത്. അവിടെ വയ്ക്കാം. ഫസ്റ്റത്തെ കുറച്ച് ബാക്കിൽ വയ്ക്കാം. സോറി ഗൈസ്, നമുക്ക് വയ്ക്കാം. എല്ലാം വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം പൗച്ച് റെഡിയാക്കണം. ഇതാണ് എൻ്റെ പൗച്ചിനകത്ത് ഉള്ള സാധനം സ്കെയില്. സ്കെയിൽ വെച്ചിട്ടുണ്ട്. സോറി ഇടയ്ക്കിടയ്ക്ക് ഇതേ പിന്നെ ഒരു പേന വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ പെൻസിലാണ് ഗൈസ്. ഇത് നല്ല മണമാണ് ഗൈസ്. നമ്മൾ ഈ വർഷം ഫുള്ള് സ്കൂളിൽ കൊണ്ടുപോയിട്ട് അടുത്ത വർഷം നോക്കിയവരെ മണം ഇതിനകത്ത് കാണും ഗൈസ്. അതാണ് എനിക്ക് പെൻസിൽ വാങ്ങിച്ചത്. പിന്നെ ഒരു മാർക്കർ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കട്ടർ, എറേസർ. എനിക്ക് എറേസറിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും കൊണ്ട് പറ്റുന്നു. ഇനി മെയിൻ സാധനം ഞാൻ എടുത്തിട്ട് വരാം ഗൈസ്. മെയിൻ സാധനമാണ് ദേ ജോമെട്രി ബോക്സ്. ഇതാണ് ജോമെട്രി ബോക്സാണ് മെയിൻ സാധനം. ഇതിലത്തെ രണ്ട് ജോമെട്രി ബോക്സ്. ഇതാണ് ഒരു പേന പെൻസിൽ വരുന്നുണ്ട്. ക്യാമലിൻ്റെതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ക്യാമലിൻ്റെതാണ് വാങ്ങിച്ചത്. പിന്നെ ഒരെണ്ണം കൊണ്ടായിരുന്നു, എല്ലാം മറന്നു. പിന്നെ ഒരു കളർ എനിക്ക് ആവശ്യമില്ല, എന്നാലും ഇന്ന് സാൻസ്ക്രിറ്റും ഹിന്ദിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരെണ്ണം വച്ചേക്കാം. പക്ഷേ ഒരെണ്ണം വച്ചേക്കാം. പിന്നെ ഇത് രണ്ട് എടുത്ത് ഇട്ട് വയ്ക്കാം. ചോറൊക്കെ നാളത്തേക്ക്. ബാഗെല്ലാം റെഡിയായി. ഗെസ്റ്റിന് നമുക്കൊരു കാര്യം കാണിച്ചു തരാം ഗേസ്. ബാഗെല്ലാം റെഡി. ഭയങ്കര വെയിറ്റ് ഉണ്ട്. ഇനി ചോറും കൂടെ വയ്ക്കുമ്പോൾ പൊണ്ണം വെയിറ്റാണ് ഗേസ്. പിന്നെ ഇതിൻ്റെ കുടുക്കയാണ്. കുടുക്കകത്ത് ഒരു മിനിമം ഒരു 50 രൂപയായി കാണും, 40 രൂപ. പക്ഷേ എൻ്റെ ആഗ്രഹം ഞാൻ എന്തെങ്കിലും പറയുന്നില്ല, ഞാൻ പിന്നത്തെ ഒരു വ്ലോഗിൽ പറയുന്നതായിരുന്നു ഗേസ്. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഗേസ്. നിങ്ങൾ ലൈക്ക് അടിക്കണം. നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗേസ്. അപ്പം ബൈ.